എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആര്യ. മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമുക്ക് മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ കൃഷി ചെയ്താൽ നല്ല വിളവ് ലഭിക്കുന്ന ഒരു കൃഷി ഇനത്തെക്കുറിച്ചാണ്. അത് വേറൊന്നുമല്ല, പയർ കൃഷിയെക്കുറിച്ചാണ്. നമുക്ക് ഇപ്പം ഈ ഒരു മഴ സമയമാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ നമുക്ക് അത്യാവശ്യം 1-2 ഗ്രോ ബാഗിൽ പോലും നമ്മൾ പയർ കൃഷി ചെയ്തിട്ട് നമുക്ക് നല്ല വിളവ് ലഭിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള വിളവ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ കൊടുക്കുന്ന കുറച്ച് വളവും കൂടിയുണ്ട്. നമ്മൾ ഏത് കൃഷി ചെയ്താലും അതിന് വേണ്ടുന്നതായിട്ടുള്ള നല്ലൊരു വളം കൊടുത്താൽ നമുക്ക് നല്ല വിളവ് ലഭിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പയർ ചെടിക്ക് കൊടുക്കുന്ന ആ ഒരു വളം ഏതാണെന്നും അതുപോലെ തന്നെ നമുക്ക് പാകമായിട്ട് നിൽക്കുന്ന കുറച്ച് പയറുമുണ്ട്. അപ്പൊ അതിന്റെ വിളവെടുപ്പുമാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വീട്ടില് നമുക്ക് സ്ഥലമില്ലെങ്കിലും പന്തലിടാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പയർ കൃഷി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഇത് കണ്ടല്ലോ, നമുക്ക് നമ്മുടെ വീട്ടില് മതിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേലിയാണെങ്കിലോ, നമ്മുടെ ഈ ഒരു ഷീറ്റ് വേലിയാണെങ്കിൽ പോലും നമ്മൾ പച്ചക്കറി പടർത്തുന്ന നെറ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ അതിന്റെ 2 സൈഡിലും ഒന്ന് കയറ് കൊണ്ട് കെട്ടിക്കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ പയറിനെ കയറ്റി വിട്ടാൽ അത് പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ ഒരു 15 മുതൽ 25 ദിവസത്തിനിടയിൽ തന്നെ നന്നായിട്ട് പടർന്ന് അതിലത്തൊക്കെ നിറയെ പൂക്കൾ വന്ന് ഇത് പെട്ടെന്ന് തന്നെ കായ്ക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇത് കണ്ടല്ലോ, നമ്മുടെ ആ ഒരു പയറിൽ ഇതുപോലെ തന്നെ ഞാൻ എല്ലായിടത്തും നമുക്ക് ഓടി നടന്ന് പന്തലൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കണ്ടോ ഷീറ്റ് വേലിയുടെ 2 സൈഡിൽ ഇതേ നമ്മുടെ ഈ ഒരു പച്ചക്കറി നമ്മൾ പടർത്തുന്ന നെറ്റ് ഉണ്ടല്ലോ, അത് ഞാൻ ഇതുപോലെ ഇങ്ങനെ കയറയിൽ കെട്ടി 2 അറ്റത്ത് വലിച്ചു കെട്ടിയിരിക്കുകയാണ്. അപ്പൊ അതിലാണ് ഞാൻ ഇതുപോലെ പയറ് പടർത്തി വിട്ടിട്ട് ഇത് കണ്ടോ, നമുക്ക് നല്ല കൊലയായിട്ടാണ് നമുക്ക് പയറ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, എല്ലാ ബ്രാഞ്ചിലും ഇതുപോലെ നമുക്ക് പയറുകൾ ഉണ്ടായിരിക്കണം. ഒത്തിരി പൂക്കളും ഇതുപോലെ കണ്ടോ, കുഞ്ഞു കായ്കളുണ്ട്. കണ്ടോ, ഇതിന്റെ ഇടയ്ക്കൊക്കെ നിറച്ചിങ്ങനെ തിങ്ങി നിറഞ്ഞിട്ടാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. കാണാൻ നല്ല പച്ചപ്പുമാണ്. ചില സ്ഥലങ്ങളിൽ ഈ ഒരു നമ്മുടെ പയറിന്റെ ഈ ഒരു ഇല തുകരം വെച്ച് കഴിക്കുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ അങ്ങനെ ഉപയോഗിക്കാറില്ല. നമുക്ക് അച്ചിങ്ങയുടെ ഇതാണ് പയറാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഇതിന്റെ ഇലയും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞുണ്ടാകുമ്പോൾ നമുക്ക് ചെയ്യേണ്ട ഒരു ടിപ്പുണ്ട്. നമുക്കിങ്ങനെ ഒത്തിരി ഇലകൾ വന്നിരിക്കുമ്പോൾ അതിനകത്ത് കായ്ഫലം കുറയാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിന്റെ ഈ ഒരു ഒന്നിടവിട്ട് വരുന്ന ബ്രാൻഡ് ഇതുപോലെ വരുന്ന ആ ഒരു ഇലകൾ ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഒത്തിരി ഇലകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു വരുമല്ലോ. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മളിത് ഇങ്ങനെ ഇലകള്, ഒത്തിരി ഇലകൾ മുഴുവനും കൂടെ നമ്മൾ കട്ട് ചെയ്യാനല്ല, കുറച്ച് ഇലകൾ ഇതിന്റെ ഇടഭാഗത്ത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കട്ട് ചെയ്ത് മാറ്റുന്ന ആ ഭാഗത്തിന്റെ ആ ഒരു ഇടക്കുള്ള ബ്രാഞ്ച് ഉണ്ടല്ലോ, നമ്മളിത് കട്ട് ചെയ്തതിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മുളകൾ വന്ന് അതിനകത്തൊക്കെ പൂക്കൾ പിടിക്കും. അത് വളരെ നല്ലൊരു ടിപ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത് കൂടാതെ തന്നെ നമ്മൾ നല്ലൊരു വളം കൂടെ കൊടുക്കുമ്പോഴാണ് നമ്മുടെ പയറിന്റെ ചെടി നല്ല സമൃദ്ധമായിട്ട് പൂക്കാനും കായ്ക്കാനും ഒക്കെ തുടങ്ങുന്നത്. അപ്പോൾ അത് എന്ത് വളമാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ, ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇപ്പൊ കണ്ടോ, ഇതുപോലത്തെ 2 ഗ്രോ ബാഗിലാണ് നമ്മൾ പയർ ചെടി നട്ടിരിക്കുന്നത്. അതിൽ കണ്ടോ, 2 വള്ളികൾ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് പടർന്നു കയറിപ്പോയിരിക്കുന്നത്. എന്നിട്ട് തന്നെ നമുക്ക് നല്ല വിളവാണ് കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന വളമെന്ന് പറയുന്നത് ഇതാണ്. ഇതിപ്പോ നിങ്ങൾക്ക് കണ്ട് മനസ്സിലായി കാണും. നമുക്ക് കോഴിക്കാഷ്ടാണ്. കണ്ടോ, നല്ല ഉണങ്ങി പൊടിഞ്ഞ ഒരു 2 മാസത്തോളം നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ കോഴിക്കാഷ്ടാണ്. ഒരിക്കലും നമ്മൾ കോഴിക്കാഷ്ടം എടുക്കുമ്പോൾ ആ കോഴിയുടെ നമ്മൾ അത് ഇട്ട ഉടനെ തന്നെ ഉള്ള ആ ഒരു കാഷ്ടം കൊണ്ട് നമ്മൾ ചൂടോടുകൂടി ഇടരുത്. നമ്മുടെ ചെടി എത്ര വലുതാണെങ്കിൽ തന്നെയും അത് കരിഞ്ഞു പോകും. അപ്പോൾ അത് ഒരു 2 മാസത്തോളം നന്നായിട്ട് അതിൻ്റെ ചൂടൊക്കെ പോയി നന്നായിട്ട് പൊടിഞ്ഞു വന്നതാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എടുക്കുന്നത് മണ്ണാണ്. കാരണം നമ്മളിത് തനിയെ ഇടുമ്പോൾ ഇപ്പോൾ പകലൊക്കെ നല്ല വെയിലുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ വാടിപ്പോകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് മണ്ണും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ കോഴിക്കാഷ്ടം എന്ന് പറയുന്നത് പൊട്ടാസ്യത്തിൻ്റെ ഒരു കലവറ തന്നെയാണ്. നമുക്ക് നമ്മുടെ ചെടികൾ പൂക്കാനും കായ്ക്കാനും ഒക്കെ വളരെ ആവശ്യം വേണ്ടതാണ് പൊട്ടാഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത്
ധാരാളം ഉള്ളതാണ് നമ്മുടെ ഈ ഒരു കോഴിക്കാഷ്ടത്തിൽ. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. നല്ല ചൂടുള്ളതായതുകൊണ്ട് നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ചുവട്ടിൽ കുറച്ച് ഈർപ്പം നമ്മൾ നിലനിർത്തണം. എങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ കൃഷി നല്ല ഗംഭീരമായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ചെടി നശിഞ്ഞു പോകും. ഇപ്പോൾ ഇത് കണ്ടു, നമ്മൾ ആ ഒരു കോഴിക്കാഷ്ടവും അതുപോലെ തന്നെ മണ്ണും കൂടെ നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തു. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു പയറിൻ്റെ ചൂട് ഇപ്പം നമുക്കൊന്ന് തറഞ്ഞൊക്കെ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്ന് ചൂടൊക്കെ ഒന്ന് വേരുകൾക്ക് ക്ഷതം വരാത്ത രീതിയിൽ പയ്യനെയൊക്കെ ഞാനൊന്ന് ഇളക്കി കൊടുത്തു. കണ്ടോ, ഇത്രയൊക്കെ മതി. നമ്മൾ ചുവട്ടിലേക്ക് കൊണ്ടുവന്ന് വെറുതെ ഇട്ട് കൊടുക്കരുത്. അത് ഏത് ഇതാണേലും, ഇപ്പം നമ്മൾ വലിയ മരങ്ങളാണെങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ഇതുപോലെയൊക്കെ ഒന്ന് വേരിളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ വേരൊക്കെ ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോഴിക്കാഷ്ടവും മണ്ണും കൂടെ നമ്മൾ കണ്ടോ, ഒത്തിരി കൂടുതലൊന്നുമല്ല. ഞാനിതിനകത്തൊരു നമ്മുടെ 2 ഗ്രോ ബാഗേ നമുക്ക് പയർ ചെടിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2 ചെറിയ ചിരട്ട, നമ്മുടെ നാളികേരത്തിൻ്റെ ഇതുണ്ടല്ലോ, ആ ഒരു ചിരട്ടയ്ക്ക്, ഏറ്റവും ചെറിയൊരു ചിരട്ടയ്ക്ക് 2 ചിരട്ടയാണ് ഞാൻ കോഴിക്കാഷ്ടം എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് മണ്ണും കൂടെ ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് കോഴിക്കാഷ്ടം ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ തണ്ടേ മുട്ടാതെ നമുക്കതിൻ്റെ ചുറ്റിനുമായിട്ട്, ഇത് കണ്ടോ, നമ്മൾ മണ്ണ് ചേർത്തിടുമ്പോൾ അതിന് ഒത്തിരി ക്ഷേതമൊന്നും സംഭവിക്കുകയില്ല കേട്ടോ. നമ്മൾ ഈ ഒരു സ്പൂണിന് ഞാനിപ്പോൾ ഒരു 3 സ്പൂണോളം നമ്മൾ ഇട്ട് കൊടുത്തു. മതി, ഇത്രയും മതി. ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ആ ഒരു വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക്, ഇത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ കരിയിലയോ നമ്മുടെ ഈ പത്തലിലയോ ഉണ്ടല്ലോ, ശീമക്കൊന്നയുടെ ഇല, അതാണേലും നമുക്ക് പുതയായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ നമുക്ക് കറ കളഞ്ഞ ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറുള്ളത് കൊണ്ട് ഞാൻ ആ ഒരു ചകിരിച്ചോറ് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തൂളി ഇട്ട് കൊടുക്കുവാണ്. കാരണം പകലൊക്കെ നമുക്ക്, രാത്രി മഴയാണെങ്കിലും പകൽ നല്ല വെയിലാണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ആ ഒരു പയറിൻ്റെ ചുവട് പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോയിട്ട് അതിന് ഭയങ്കര ഒരു വാട്ടമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് ചകിരിച്ചോറും കൂടെ ഇട്ട് കൊടുത്തു. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ആ ഈർപ്പം അതുപോലെ നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ചെടിക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടും. നമുക്ക് ഒരെണ്ണം കൂടെ ഉണ്ട്, അതിനും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 3 എണ്ണം നട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, 3 എണ്ണമാണ് നമ്മളിതിനകത്ത് നട്ടിരിക്കുന്നത്. ഇതിൻ്റെ നമുക്കൊന്ന് ചുവടൊക്കെ ഒന്ന് പയ്യനെ ഇളക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ എടുത്ത വളം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇപ്പം ഞാൻ ഈ കൊടുക്കുന്ന കോഴിവളം നമുക്ക് ഇത് പന്തലിലോട്ട് പടർന്ന് കയറുന്ന സമയം മുതൽ നമുക്ക് കൊടുക്കാം. നമ്മുടെ പയറിൻ്റെ വള്ളികൾ പന്തലിലോട്ട് കയറുമല്ലോ പടർന്ന്, അപ്പം ആ ഒരു സമയം മുതൽ നമുക്ക് കൊടുക്കാം. അപ്പം ആ ഒരു തവണ നമ്മൾ കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു 10 ദിവസത്തെ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ കൊടുത്താൽ മതി. അപ്പം നമ്മൾ ആ ഒരു വളം ഇട്ട് കൊടുത്തു. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ ചുവട്ടിലൊരു ഈർപ്പം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചകിരിച്ചോറിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് നമ്മുടെ മടൽ, തേങ്ങ പൊതിക്കുന്നതിൻ്റെ ആ ഒരു മടലുണ്ടല്ലോ, ആ മടൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ചുവട്ടിൽ നമുക്ക് സൈഡിലായിട്ടൊക്കെ വെച്ച് കൊടുത്താലും നമുക്ക് ചെടികൾക്ക് ഒരു ഈർപ്പം കിട്ടുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ, നമ്മൾ നല്ലൊരു വളമാണ് കൊടുത്തത്. ഇപ്പോൾ ഈ കൊടുത്തതിന് ശേഷം നമുക്കൊരു 10 ദിവസം കൂടെ കഴിയുമ്പോൾ വീണ്ടും നമുക്ക് കുറച്ച് കോഴിക്കാഷ്ടം കൂടെ നമുക്ക് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും നമ്മൾ പറിച്ചെടുത്തുനിന്നൊക്കെ തന്നെ വീണ്ടും മുള വന്ന് നിറയെ പയറുകൾ പിടിക്കുന്നതായിരിക്കും. അപ്പം നല്ലൊരു വളമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു 1-2 ഗ്രോ ബാഗിൽ ഇതുപോലെ പയർ നട്ട് അത് വള്ളികൾ വീശുമ്പോൾ ഇതുപോലെ വളമൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഒത്തിരി പയർ പറിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ വളം ഇടേണ്ട രീതിയൊക്കെ എന്താണെന്ന് മനസ്സിലായല്ലോ. അതെങ്ങനെ കൊടുക്കണമെന്ന് ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പാകമായിട്ട് നിൽക്കുന്ന പയറുകളുണ്ട്. കണ്ടോ, ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ ആ പാകമാകുന്ന സമയത്ത് തന്നെ നമ്മൾ പറിച്ചെടുത്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മൂത്ത് പോകും. പിന്നെ നമ്മൾ അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ ഇപ്പോൾ ഒത്തിരി പയറുകൾ ഇത് കണ്ടോ, ഇതുപോലെ നല്ല കായ്ച്ച് കണ്ടോ, ഇതുപോലെ നല്ല തൂങ്ങി നല്ല ഭംഗിക്ക് കിടപ്പുണ്ട്. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
ഇതിൻ്റെ ആ ഒരു നമ്മൾ ആ കട്ട് ചെയ്യണ സ്ഥലത്ത് തന്നെ 2-3 പൂക്കളുണ്ടാവും, ഇനി ഉണ്ടാകാനായിട്ടുള്ളത് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് മൊത്തത്തോടുകൂടി എടുക്കരുത്. ആ നമ്മൾ ഉണ്ടായിരിക്കുന്നത് മാത്രം ഇതുപോലെ ഇങ്ങനെ പിഴുതെടുക്കുകയേ ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ ബാക്കിയുള്ള പൂവുകൾ വിരിയത്തില്ല. കണ്ടോ, നമ്മൾ വെറും 3 എണ്ണം പറിച്ചപ്പോൾ തന്നെ കണ്ടോ ഇത്രയും നമുക്ക് നല്ല നീളത്തിലുള്ളതാണ്. അപ്പം നമുക്ക് ബാക്കിയുള്ളത് കൂടെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഈ പയറ് കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് ഉറുമ്പെന്ന് പറയുന്നത്. ഉറുമ്പിന് നല്ല ശല്യമായിരിക്കും നമ്മുടെ ഈ ഒരു പയർ കൃഷിക്ക്. അപ്പോൾ അതിന് ചെയ്യുക എന്ന് പറയുന്നത് ബിവേറിയ, നമ്മുടെ ഈ ഒരു വളം മേടിക്കുന്ന കടകളിലും അഗ്രോ ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ബിവേറി എന്ന് പറയുന്നത് ഒരു ജൈവ കീടനാശിനിയാണ്, രാസമല്ല. അപ്പോൾ അത് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ 5 ml എടുത്ത് മിക്സ് ചെയ്തിട്ട് വൈകുന്നേര സമയത്ത് ആഴ്ചയിൽ 2 തവണ നമ്മൾ തളിച്ചു കൊടുത്താൽ നമ്മുടെ പയർ ചെടിക്ക് വലിയ കീടങ്ങളില്ലാതെ ഉറുമ്പുകളൊന്നും വരാതെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ വെച്ചു കൊടുത്തേച്ചും പിന്നെ ഒരു പോക്ക് പോയിട്ട് നമ്മൾ പറിക്കാനായിട്ട്, നമ്മൾ ഈ ഒരു പയറ് പറിക്കാനായിട്ട് വരുമ്പോഴേക്കും ചിലപ്പോൾ പയർ ചെടിയൊന്നും ഉണ്ടാവത്തില്ല. നമ്മൾ ഇതുപോലെ ഇടക്കിടക്കൊക്കെ ഒന്ന് വന്ന് അതിന് വേണ്ടുന്ന വളങ്ങളും ഒക്കെ കൊടുത്ത്, അതുപോലെ തന്നെ നമ്മൾ ഈ ഉറുമ്പ് വരാത്ത ബിവേറിയൊക്കെ ഒന്ന് ഇടക്ക് തളിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതം, അത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു കീടനാശിനിയാണ്. അതും ഇതുപോലെ തന്നെ ആഴ്ചയിൽ 1-2 തവണ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഇലയിലും തണ്ടിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ കീടങ്ങളൊന്നും നമ്മുടെ ചെടിക്ക് ഏശത്തില്ല. അപ്പം നമുക്കിത് അപ്പുറത്തെ വശത്തുകൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇവിടെയൊക്കെ ഒത്തിരി കായ പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നിർത്തിക്കൊണ്ട് നിന്നിട്ട് അത് പെട്ടെന്ന് തന്നെ മുറ്റിപ്പോവും, നമുക്ക് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമുക്ക് ചിലർക്കുള്ള ഇതാണ്, ചിലർ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരായിരിക്കുമല്ലോ, അപ്പോൾ അവർക്ക് പറമ്പ് ഒട്ടും കാണത്തില്ല. അപ്പോൾ അവർക്കും ഇതുപോലെയൊക്കെ കൃഷി ചെയ്യാനായിട്ട് ഒത്തിരി ആഗ്രഹം ഉണ്ടാവും. സ്ഥലമില്ലാത്തത് കൊണ്ട് അവരത് മാറ്റിവെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ അവർക്ക് പോലും ഈസി ആയിട്ട് നമുക്ക് പയർ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്നല്ലേ, അപ്പോൾ നമുക്ക് ഇതുപോലെ അവർക്ക് ഫ്ലാറ്റിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിലും സ്ഥലമില്ലാത്തവരാണെങ്കിൽ പോലും നമ്മുടെ ബാൽക്കണിയുടെ ആ ഒരു കൈവരിയിലൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ നെറ്റ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ ആ നെറ്റ് വാങ്ങിച്ചിട്ട് അതിന്റെ കൈവരിയിലും നമ്മൾ കയർ കൊണ്ടൊക്കെ ഒന്ന് വലിച്ചൊക്കെ കെട്ടി, ഇതുപോലെ തന്നെ നെറ്റൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കയറുകളൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് ഇതുപോലെ തന്നെ നമുക്കൊരു 1-2 ഗ്രോ ബാഗിൽ പയറിന്റെ വിത്തുകൾ ഇട്ട് കൊടുത്താൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു 20-25 ദിവസത്തിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പയറുകൾ നന്നായിട്ട് പടർന്ന് അതിനകത്തൊക്കെ കായ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്ലാറ്റിലുള്ളവർ പോലും ഈ ഒരു കൃഷി നമുക്ക് സ്ഥലമില്ല എന്ന് കരുതി മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. കണ്ടോ, ഇതിന്റെയൊക്കെ ഇടയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി പയറുകൾ കായ്ച്ചു കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് ഇതിന്റെ ഇടയ്ക്ക് കയറി എടുക്കാം. വലിയ ഉറുമ്പുകളൊന്നും ഇല്ല, കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ബിവേറിയ തളിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മൾ സ്യൂഡോമോണസ്, നമ്മുടെ ഈ ഒരു പയറ് ചില നേരത്ത് പെട്ടെന്ന് തന്നെ വാടിപ്പോണ ഒരു ഇത് കാണാം. നിങ്ങൾ പയർ കൃഷി ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, ചിലപ്പോൾ നമ്മുടെ പയർ പെട്ടെന്നൊരു വാട്ടരോഗമൊക്കെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നമുക്ക് സ്യൂഡോമോണസും ഇതുപോലെ തന്നെ നമുക്ക് അഗ്രോ ഷോപ്പിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അത് ഇതുപോലെ തന്നെ നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 20 ഗ്രാം ഒരു തീപ്പെട്ടിക്കൂടിൻ്റെ ആ ഒരു കവറിലെടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് കലക്കി നമ്മുടെ പയറിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതും അതിൻ്റെ ആ തെളിവെള്ളം എടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മുടെ പയർ ചെടികൾ വാട്ടരോഗം നമുക്ക് അകറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ പയറിന്റെ വിളവെടുപ്പെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. കണ്ടോ, ഇത് നമ്മുടെ ആവശ്യത്തിനുള്ള പയർ നമുക്ക് ഒരൊറ്റ വിളവെടുപ്പിൽ തന്നെ നമുക്ക് കിട്ടി. നമുക്ക് ഒരു കൊട്ടക്കണക്കിന് പറിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമുക്കൊരു കറിക്കുള്ള ആവശ്യത്തിന് നമുക്ക് ഓടിപ്പോയി ഒന്ന് പറിച്ചെടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് കഷ്ടപ്പെട്ടാൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പയറൊക്കെ നമുക്ക് യാതൊരു കീടനാശിനികളും തളിക്കാത്ത നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതാണ് ആ കൊടുക്കേണ്ടത്? ഞാൻ നമ്മുടെ പയറിന്റെ നല്ല വിളവിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ട വളം ഏതാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. പക്ഷെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കോഴിക്കാഷ്ടം ഇടുമ്പോഴേക്കും അതിനകത്ത് നല്ല പൊട്ടാഷൊക്കെയുള്ള വളമൊക്കെയാണ്. പക്ഷെ നമ്മളത് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കൊടുക്കാനായിട്ട്. അതിൻ്റെ തണ്ടിൽ മുട്ടാതെ ഒരു 2-3 സ്പൂണ് മാത്രം ഇട്ട് കൊടുക്കുക. മഴയില്ല എന്നുണ്ടെങ്കിൽ 2 നേരവും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പയർ ചെടി പെട്ടെന്ന് തന്നെ വാടിപ്പോകുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആ ഒരു പയറിന്റെ ഞാൻ കൊടുത്ത വളവും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കുഞ്ഞു വിളവെടുപ്പും എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇഷ്ടമായെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക. കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു കൃഷി വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി.